പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമേനിയെ തെരഞ്ഞെടുത്ത നടപടിയെ ഔദ്യോഗികമായി പിന്തുണച്ച് ഉത്തര കൊറിയ. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ മകനാണ് മുജ്തബ. ഇറാന്റെ പരമാധികാരത്തെയും ആഭ്യന്തര തീരുമാനങ്ങളെയും തങ്ങൾ ബഹുമാനിക്കുന്നുവെന്ന് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്നത് ഗുണ്ടായിസമാണെന്ന് ഉത്തര കൊറിയൻ വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. US-ഇസ്രായേൽ സഖ്യത്തിന്റെ കടന്നുകയറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ അസ്ഥിരതയുണ്ടാക്കിയതായും മേഖലയിലെ സമാധാനം തകർത്തതായും ഉത്തര കൊറിയ കുറ്റപ്പെടുത്തി. ഇറാന്റെ ഭൂപ്രദേശത്തിന് നേരെയുള്ള ആക്രമണം ലോകം മുഴുവൻ അപലപിക്കണമെന്നും പ്യോങ്യാങ് ആവശ്യപ്പെട്ടു. പിന്നാലെ രാജ്യത്തെ ഏറ്റവും വലുതും അത്യാധുനിക യുദ്ധക്കപ്പലായ ചോയ് ഹ്യോനിൽ നിന്നാണ് തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകൾ ഉത്തര കൊറിയ പരീക്ഷിച്ചത്. കിം ജോങ് ഉന്നും മകൾ കിം ജു എയും നേരിട്ടെത്തിയാണ് പരീക്ഷണം നിരീക്ഷിച്ചത്. നാവികസേനയെ ആണവായുധങ്ങൾ സജ്ജമാക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് കിം ആവർത്തിച്ചു. അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങളുടെ ഐക്യം ഈ നീക്കത്തിലൂടെ കൂടുതൽ വ്യക്തമാകുകയാണ്. റഷ്യ വഴി ഇറാനുമായി അടുത്ത ബന്ധമാണ് ഉത്തര കൊറിയ പുലർത്തുന്നത്. 2024 ഏപ്രിലിൽ ഉത്തര കൊറിയൻ മന്ത്രിതല സംഘം ടെഹ്റാൻ സന്ദർശിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കിമ്മിനും ഇറാന്റെ പുതിയ നേതൃത്വത്തിനുമുള്ള അടുത്ത ബന്ധം ഈ രാജ്യങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തുവാനുള്ള മറ്റു കാര്യങ്ങളാണ്. അതേസമയം ചൈനയും മുജ്തബ ഖമേനിയെ അംഗീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്തും മറ്റും ഉത്തര കൊറിയയ്ക്ക് താങ്ങായി നിന്ന ചൈനയുമായി ചേർന്ന് ഈ സഖ്യം കൂടുതൽ ശക്തമാകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. US ഉപരോധങ്ങൾ നേരിടുന്ന ഈ രാജ്യങ്ങൾ സാമ്പത്തിക സൈനിക മേഖലകളിൽ പരസ്പരം സഹകരിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ 8000-ലേറെ ഉത്തര കൊറിയൻ സൈനികർ എത്തിയെന്ന US ആരോപണം നിലനിൽക്കെ ഇറാനിലേക്കും ഉത്തര കൊറിയ സൈനിക പിന്തുണ നൽകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. നിലവിൽ രാഷ്ട്രീയ പിന്തുണ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും യുദ്ധം കടുക്കുകയാണെങ്കിൽ ഇറാൻ കൊറിയ സൈനിക സഹകരണം ഉണ്ടായേക്കാമെന്നാണ് US വിലയിരുത്തുന്നത്.